ഈ കാണുന്ന ഇറച്ചി കഷ്ണത്തിന് 24 മണിക്കൂർ ഈ ഒരു കോളയിൽ ഇട്ട് വെച്ച് പറഞ്ഞിട്ട് എന്തായിരിക്കും ഒരു ചിക്കന് സംഭവിക്കാൻ നമുക്ക് നോക്കാട്ടോ. അതിനുവേണ്ടി അമ്മ കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കനിൽ നിന്ന് 2 കഷ്ണം ഇതേപോലെ അടിച്ചു മാറ്റി എടുത്തതിന് ശേഷം നേരെ ഈ ഒരു ബേക്കറിയിൽ പോയി നമുക്ക് ആവശ്യമുള്ള ഈ ഒരു കൊക്കക്കോളയും വാങ്ങി നമ്മുടെ പരീക്ഷണം തുടങ്ങാട്ടെ. ഇനി ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. പക്ഷെ അത് മുത്തപ്പന്റെ ഏതായാലും പുള്ളിക്കാരൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും അത് അടിച്ചു മാറ്റി എടുത്തതിന് ശേഷം നേരെ നമ്മൾ വാങ്ങിയ ഒരു കൊക്കക്കോളന്റെ മൂടി തുറന്ന് ആ ഒരു ഗ്ലാസ്സിക്ക് ഇതേപോലെ ഫുൾ ആയിട്ട് ഒഴിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു മാറ്റി എടുത്ത 2 കഷ്ണം ചിക്കന് നേരെ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിലുള്ള കോളയ്ക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് വെക്കാം. പിന്നെ ആ ഒരു ചിക്കൻ കഷ്ണം മുഴുവനായിട്ട് മുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കോള എടുത്ത് ബാക്കിയുള്ള കോള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ചിക്കൻ ആ ഒരു കോളയിനുള്ളിൽ കിട്ടുമ്പോൾ തന്നെ എന്തൊക്കെയോ റിയാക്ഷൻ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 24 മണിക്കൂർ കൊണ്ട് നോക്കാം എന്തായിരിക്കും ചിക്കനെ സംഭവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഫ്രൈ ആണോ അതോ കറിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പറഞ്ഞ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ പറയണേ. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് എടുത്തു നോക്കിയ സമയത്ത് ഞാൻ വിചാരിച്ച ചിക്കൻ ആയിരിക്കും എന്തെങ്കിലും മാറ്റം വരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു കോളയ്ക്കാണ് കേട്ടോ. കാരണം കറുത്ത കളർ ഉണ്ടായിരുന്ന ആ ഒരു കോള ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പോരാത്തിന് വലിയ മണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ കോളയെന്ന് ഒഴിച്ചോളഞ്ഞ് എടുത്തു നോക്കിയ സമയത്ത് ആ ഒരു ഇറച്ചി കഷ്ണം അത്യാവശ്യം നല്ലപോലെ വീർത്തിട്ടുണ്ട്. പോരാത്തന്നെ അത് ആ ഒരു കോളത ഇതേപോലെ എന്തോ പോലെ പാറി കിടക്കുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതേപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഒരുപാട് കുടിക്കാണ്ടിരിക്കണമെങ്കിൽ ശരീരത്തിന് ഏറ്റവും നല്ലത്. അപ്പൊ എന്റെ ഈ ഒരു കുഞ്ഞു പരീക്ഷണം ഇഷ്ടപ്പെട്ടു പറഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.